ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങനംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഹും അഹ്ലിസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, റമളാൻ അതിൻ്റെ ദിനരാത്രങ്ങൾ ഒന്നൊന്നായി ഈ വിശുദ്ധ മാസത്തിൽ നമ്മോട് യാത്ര പറയുകയാണ്. വേദനയോടെയാണ് നമുക്കത് കാണാൻ കഴിയും. പുണ്യ റസൂലിൻ്റെ ഹദീസ് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയാണ്, എൻ്റെ ഉമ്മത്തെങ്ങാനും അറിയുമായിരുന്നുവെങ്കിൽ ലൗ തഅല ഉമ്മത്തി മാഫി റമളാൻ, റമളാനിൽ ഉള്ള ഗുണങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ മഹത്വങ്ങൾ എൻ്റെ സമുദായം അറിയുമായിരുന്നുവെങ്കിൽ ലത്തമന്നു, അവരാഗ്രഹിക്കുമായിരുന്നേനെ അന്നസനത്തക്കുല്ല, ഈ വർഷം മുഴുവൻ അത് റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് എൻ്റെ സമുദായം മുഴുവൻ ആഗ്രഹിക്കുമായിരുന്നുവെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പ്രവാചക വചനം, ഈ വിശുദ്ധമായ ഈ മഹൽ വചനത്തിൻ്റെ ആ മഹത്വം, അത് റമളാനിൻ്റെ നേട്ടങ്ങളിലേക്ക് ശക്തമായി വിരൽ ചൂണ്ടുകയാണ്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് പറയാണ്, എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഒരുപാട് നേട്ടങ്ങൾ, അള്ളാഹുവിനുള്ള വഴിപ്പെടൽ മഖ്ബൂലാത് സ്വീകരിക്കപ്പെടുന്നു, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭ്യമാകുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ മാസത്തിലുണ്ട്. നമ്മിൽ നിന്ന് വളരെ വേഗത്തിൽ പോകുമ്പോൾ എൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും പൂർണ്ണമായി ഉൾക്കൊള്ളുക അനിവാര്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. നമ്മളെ സംസ്കരിക്കുക എന്നതാണ് ഈ മാസം കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ചത്. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞാലും സ്വന്തം മനസ്സാക്ഷിയോട് നമുക്ക് ചോദിക്കാൻ കഴിയണം, എന്ന നേട്ടങ്ങൾ എനിക്കുണ്ടായി. സംസ്കരണത്തിൻ്റെ ഭാഗമായി റമളാൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സ്വഭാവ ഗുണങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ജീവിതം അങ്ങനെയായിരുന്നു. ലോകത്തിൻ്റെ താളത്തിനൊത്തുള്ള സഞ്ചാരമായിരുന്നു. അവിടെ വിനോദങ്ങളുണ്ടായിരുന്നു, അവിടെ കോമഡികൾ കാണാൻ സമയങ്ങളുണ്ടായിരുന്നു. ഖുർആൻ സമ്പൂർണ്ണമായി മറന്നുപോയിരുന്നു. വല്ലപ്പോഴും വക്തുകളിൽ പ്രതീകാത്മകമായ പ്രവർത്തനങ്ങൾ എന്ന പോലെ കേവലം ഒരു പ്രകടനപരത മാത്രം നമസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു. ആത്മാവറിഞ്ഞ് അള്ളാഹുവിനെ ഓർക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് റമളാൻ ആഗതമായത്. അതിൻ്റെ ആദ്യത്തെ 10 കഴിഞ്ഞു, മധ്യപത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ? മാറ്റങ്ങളുണ്ടായിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് വിനോദങ്ങളും ഭൗതികമായ സുഖാസ്വദനങ്ങളും താൽക്കാലികമായി അതെല്ലാം മാറ്റിവെച്ച് ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഈ ദിവസങ്ങൾ നമുക്ക് സാധ്യമാക്കിയിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ മനസ്സിലേക്ക് അടുപ്പിക്കാനും അത് ഹൃദയത്തിൻ്റെ വികാരമാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീരാ നഷ്ടമാണ്. ഇനിയും ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുക. ഓർക്കണം, റമളാൻ വല്ലാത്തൊരു അത്ഭുതകരമാണ്. പുണ്യ റസൂൽ പറഞ്ഞു, വളരെ വിശദമായ ഒരു വാക്യം, അത് ഞാൻ ഇങ്ങനെ നിങ്ങളുമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഇദസ്തൈസ്ഖല അഹദുക്കും
മിൻ റമളാൻ. റമളാൻ ഷരീഫിൽ നിന്ന് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് മലക്കുകൾ പറയും, ഒരു മലക്ക് പറയും, ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ, ഉറങ്ങിക്കിടക്കുകയാണ് വിശുദ്ധ റമളാനിൽ, ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ മനുഷ്യനോട് മലക്ക് പറയാണ്, ബാറക്കല്ലാഹ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, റഹിമക്കല്ലാഹ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാ മനുഷ്യനോട് പറയും. പുണ്യ റസൂൽ വിശദീകരിക്കുകയാണ്. അങ്ങനെ വിരിപ്പിൽ നിന്ന് അവൻ എഴുന്നേറ്റാൽ, ബനിയത്തി സ്വലാ, നിസ്കാരം എന്ന ലക്ഷ്യത്തോടെ ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ, ആ വിരിപ്പ് അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അവൻ കിടന്നിരുന്ന വിരിപ്പ് അവനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ആ വിരിപ്പ് പറയത്ര, അള്ളാഹുവേ, ഈ മനുഷ്യന് നീ സ്വർഗത്തിലുള്ള വിരിപ്പ് നൽകണേ, സ്വർഗത്തിൽ ഒരു വിരിപ്പ് ഇവൻക്ക് നീ നൽകണേ എന്ന് നമ്മുടെ വിരിപ്പ് റമളാനു ഷരീഫിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനഘട്ടത്തിൽ അവൻ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം അവനക്ക് വേണ്ടി ദുആ ചെയ്യും. വസ്ത്രം പറയും അത്ര, റബ്ബേ, ഈ മനുഷ്യൻ, അവനക്ക് നാളെ സ്വർഗത്തിൻ്റെ പട്ടുവസ്ത്രങ്ങളിൽ നിന്ന് അവനെ ധരിപ്പിക്കണേ. അവൻ ചെരുപ്പ് ധരിക്കുമ്പോൾ ആ 2 ചെരുപ്പുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ചെരുപ്പുകൾ പറയുമത്ര, അല്ലാഹുവേ, ഈ മനുഷ്യനെ സിറാത്തിൽ വളരെ വേഗത്തിൽ നീ വിട്ടുകടത്തണേ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഒരുപാട് ശ്രേഷ്ഠതകൾ, അവൻ്റെ ഹസനാത്തുകൾ മുഴുവൻ എഴുതാൻ മലക്കുകളോട് അല്ലാഹു ആവശ്യപ്പെടുന്നു. അവൻ്റെ സയ്യാത്തുകൾ എഴുതാതിരിക്കാനും അല്ലാഹു ആവശ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യാം എന്നല്ല ഇതിൻ്റെ അർത്ഥം. അത്രമേൽ പുണ്യം നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ ആ ശ്രേഷ്ഠതയിലേക്ക് വിരലിച്ചുകൊണ്ടാണ്. നന്മകൾ എഴുതി വെക്കുന്നു, നേരത്തെയുള്ള തിന്മകൾ മായ്ച്ചു കളയുന്നു, അവൻ്റെ സയ്യാത്തുകൾ മായ്ച്ചു കളയാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുള്ള ഒരു വിശുദ്ധമായ ദിനരാത്രങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ വിശുദ്ധമായ റമളാൻ. സ്വാഭാവികമായും 1, 2, 10 കഴിയുമ്പോഴേത്തിന് പിന്നീട് നമ്മുടെ ചിന്തകൾ റമളാനിൽ നിന്ന് നേരെ പർച്ചേസിലേക്ക് പോകാറുണ്ട്. എല്ലാം അനിവാര്യമാണ്, ആവശ്യമാണ്. പെരുന്നാൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മനോഹരമാക്കണം. കൂട്ടുകുടുംബാദികൾ സംഗമിക്കുന്ന നല്ല കളറാക്കണം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ വസ്ത്രം ധരിക്കലൊക്കെ സുന്നത്താണൊക്കെ ശരിയാണ്. പക്ഷേ ഈ റമളാനിൻ്റെ മഹത്വങ്ങളെ മറന്നുകൊണ്ട് എന്തിനാണോ ഈ പെരുന്നാൾ അള്ളാഹു സമ്മാനിച്ചത്, അത് റമളാനു വേണ്ടിയാണ്. പക്ഷേ റമളാൻ നമ്മൾ മറന്ന് തറാവീഹുകൾ നമ്മൾ ഒഴിവാക്കി, റമളാനിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പിറകോട്ട് സഞ്ചരിച്ച് അങ്ങനെ പോകുന്ന പക്ഷം നമുക്ക് നഷ്ടപ്പെടുക 2 കാര്യം. പ്രധാനമായി ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അതിലേറെ 2 കാര്യം നോക്കൂ നിങ്ങൾ. ഒന്ന്, റയ്യാൻ എന്ന കവാടത്തിലൂടെ ഹിസാബില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. സ്വർഗത്തിലേക്ക് എത്തുക ഒരുപാട് ശ്രമകരമായ ഒന്നാണ്, ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല. ഒരുപാട് കടമ്പകൾ, ഒരുപാട് പരിശോധനകൾ. പലപ്പോഴും നമ്മൾ ഉദാഹരണം പറയാറുണ്ട്, വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ എത്തുന്നത് വരേക്കും ഒരുപാട് കടമ്പകളുണ്ട്. ആദ്യം ഒരു ഭാഗത്ത് പാസ്പോർട്ട് നൽകി, ടിക്കറ്റ് നൽകി, അത് ഉറപ്പുവരുത്തി, നമ്മുടെ ലഗേജുകളെല്ലാം നൽകി അവിടെ നിന്ന് ബോർഡിംഗ് പാസ് കൈപ്പറ്റേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സെക്യൂരിറ്റി ചെക്കപ്പുകളുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ ബോഡി ചെക്കപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത പരീക്ഷണങ്ങൾ, വ്യത്യസ്ത പരിശോധനകൾ. അതെല്ലാം കഴിഞ്ഞെങ്കിലേ അവസാനം ഫ്ലൈറ്റിൽ കയറുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താറുള്ളൂ. ഈ ഉദാഹരണത്തിന് പോലും
ഒന്നുമില്ല. കാരണം ഭൗതികതയും ആഖിറവും തമ്മിൽ ഒരിക്കലും ഉപമിക്കാനോ ഉദാഹരിക്കാനോ കഴിയില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ചെറിയ എന്താ പറയുക, അതിൻ്റെ ഒരു രൂപരേഖ മാത്രം അതിലൂടെ നമുക്കൊന്ന് കാണാമെന്ന് മാത്രം. ഒരാൾ എത്തിച്ചേരണമെങ്കിൽ അവൻ്റെ ഖബറ്, ഇവിടെ നിന്ന് കഴിഞ്ഞുള്ള ആദ്യ വീട് അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിൻ്റെ ഭവനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, കവാടങ്ങളിൽ നിന്ന് ആദ്യം അവിടെയാണ് ഏറ്റവും വലിയ പ്രയാസം സഹിക്കേണ്ടി വരിക. അവിടെ മുതലാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ആരംഭിക്കുന്നത്. നാളിതുവരെ സ്വപ്നലോകത്തുള്ള ഒരു സഞ്ചാരം മാത്രമായിരുന്നു. അതിന് യഥാർത്ഥത്തിലേക്ക് ഖബർ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്, കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഒരുപാട് കടമ്പകളുണ്ട്. ഖബർ സൂറെന്ന കാലത്തിലൂതി എല്ലാവരും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. ഖിയാമ് സംഭവിച്ചു. രണ്ടാമതും ഊതി എല്ലാവരും പുനർജനിച്ചു. പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങൾ, പരിശോധനകൾ. മഹ്ശറ വേണം. ആ മഹ്ശറയുടെ അവസ്ഥകൾ, മഹ്ശറയിൽ നിന്ന് ഹിസാബിന് വേണ്ടിയുള്ള നെട്ടോട്ടം, അവസാനം ഹിസാബ്, അള്ളാഹുവിൻ്റെ പരിശോധന, ചോദ്യം ചെയ്യൽ, ഇതെല്ലാം കഴിഞ്ഞാണ്. അതും കഴിഞ്ഞ് മീസാൻ, സിറാത്തുൽ മുസ്തഖീം, ഇതിനൊക്കെ ശേഷമാണ് സ്വർഗം, അതല്ലെങ്കിൽ നരകം. അള്ളാഹു സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. എന്നാൽ ഈ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നോമ്പ് നോറ്റു, ഒന്നിനും പോയില്ല, നോമ്പന്നായിരുന്നു. ഒരു അനാവശ്യ സംസാരങ്ങൾക്കോ അനാവശ്യമായ ഹൃദയ വിചാരങ്ങളോ ഒന്നുണ്ടായില്ല. വളരെ ശാന്തമായി, കൃത്യമായി, അള്ളാഹ് എന്നുള്ള ബോധ്യത്തോടെ നോമ്പുകാരനായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ ഹിസാബ് ഒന്നുമില്ല. ഞാനീ പറഞ്ഞ ഒരു രംഗമില്ല. അവൻ ഖബറിൽ നിന്നേറ്റ് പ്രത്യേകമായ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നു. സ്വർഗാവകാശികൾ ചോദിക്കാത്ത നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങളൊക്കെ എത്ര ത്യാഗം ചെയ്തെത്തിയവരാ. ഇവർ പറയും, ഞങ്ങൾ രഹസ്യമായി അള്ളാഹുവിൻ്റെ നോമ്പ് നോറ്റപ്പോൾ അള്ളാഹു വളരെ അതീവ രഹസ്യമായി ഞങ്ങൾ സ്വർഗത്തിലെത്തിച്ചു എന്ന് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ നോമ്പിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് നമ്മളിത് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അത് ലഭ്യമാക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. മറ്റൊന്നെന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ഈ സൃഷ്ടാവ് നഗ്ന നേത്രങ്ങളെ കൊണ്ട് ഭൗതിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു അത്ഭുതകരമായ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത അടയാളങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ നമുക്കറിയാൻ കഴിയുന്നു. എവിടെ അള്ളാഹ് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു അറാബിയോട് ചോദിച്ചു. ഒരു അനറബിയായ ഒരു ആദിവാസി വിഭാഗത്തിലുള്ള ഒരു അറബിയോട് ചോദിക്കുകയാണ് ഒരു വേള, നിനക്കും വിശ്വാസമുണ്ടാകാനുള്ള കാര്യം എന്താണ്? അവൻ്റെ മറുപടി അങ്ങേയറ്റം ചിന്താർഹമായിരുന്നു. അവൻ പറഞ്ഞത് ഇതാണ്: ആകാശഭൂമികൾ ഒരു സൃഷ്ടിയുടെ മേൽ അറിയിക്കുന്നുണ്ട്. വഴിത്താറുകൾ മനുഷ്യൻ്റെ സഞ്ചാരത്തിന് മേൽ അറിയിക്കുന്നു. വെറുതെ വഴി രൂപപ്പെടില്ല. ഒരുപാട് ആളുകൾ സഞ്ചരിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഒരു വഴിയുണ്ടാക്കുന്നത്. അങ്ങനെ വഴി കണ്ടാൽ അറിയാം ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അറാബിയുടെ മറുപടി അങ്ങനെയായിരുന്നു. ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ അറിയിക്കുന്നുണ്ട് ഈ വഴിയിലൂടെ ഒട്ടകത്തിൻ്റെ സഞ്ചാരമുണ്ടായിട്ടുണ്ട്. എന്നാൽ വഴികൾ മനുഷ്യ സഞ്ചാരത്തിൻ്റെ മേലും ഞാൻ പറഞ്ഞ പോലെ ഇത് ഒട്ടകത്തിൻ്റെ മേലും അറിയിക്കുമ്പോൾ ആകാശഭൂമി ഉൾക്കൊള്ളുന്ന ഈ ചരാചരങ്ങൾ അതിൻ്റെ ഒരു സൃഷ്ടാവിൻ്റെ മേൽ തികച്ചും തീർച്ചയായും അറിയിക്കുന്നുവല്ലോ. അതാണ് എൻ്റെ വിശ്വാസമെന്ന് പറഞ്ഞ ആ അള്ളാഹുവിനെ നമുക്കൊക്കെ കാണാനുള്ള, ഇലാഹിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് വ്രതാനുഷ്ഠാനത്തോടെ ഈ നോമ്പിലൂടെ റമദാനു ഷരീഫിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടാൽ ഇൻഷാ അല്ലാഹ് അതും നമുക്ക് സാധ്യമാകും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള പരിശീലനമാണ്, പ്രവർത്തനങ്ങളാണ്
ഈ റമളാൻ ഷരീഫിൽ നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അതിനൊരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. രാപ്പകലുകൾ അങ്ങനെ മാറി മാറി ദിവസങ്ങളായി, അത് ആഴ്ചകളായി അങ്ങനെ പോകും. പക്ഷേ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആ ചിന്തയിൽ നിന്ന് നന്മകൾ രൂപപ്പെടുത്തേണ്ടതും നമുക്കാണ്, നമ്മളാണ്. നമ്മുടെ ഹൃദയത്തിനൊരു വിശാലത ഉണ്ടാകാനുള്ള ഒരു ശ്രമം ഈ മാസത്തിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയണം. കുടുസത ഒന്നിനും പരിഹാരമല്ല. ആരോടും പക വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. ഇങ്ങോട്ട് ആക്രമിക്കുന്നവനാണെങ്കിലും, ഇങ്ങോട്ട് കുറ്റം പറയുന്നവനാണെങ്കിലും, നമ്മെ അപഹസിക്കുന്നവനാണെങ്കിലും, ആളുകൾക്കിടയിൽ നമ്മെ അപമാനിക്കുന്നവനാണെങ്കിലും, മറിച്ച് അവനോട് നമുക്കുണ്ടാകേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ, സൗമ്യതയുടെ, കാരുണ്യത്തിൻ്റെ നോട്ടമാണ്, പ്രവർത്തനങ്ങളാണ്, ഇടപെടലുകളാണ്. പുണ്യ റസൂലിൻ്റെ അടുക്കൽ ഇക്രിമ വന്നൊരു രംഗമുണ്ട്. മക്ക ഫതഹിൻ്റെ സമയത്ത് ഇക്രിമത്ത് ബിൻ അബൂ ജഹൽ അദ്ദേഹം വന്നു. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മുഹമ്മദ് നബി, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഈ രാജ്യം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി, മക്കയും മദീനയും മുസ്ലിം ആധിപത്യത്തിലെത്തി, പ്രവാചക അങ്ങയുടെ നിയന്ത്രണത്തിൽ വന്നു. എന്നാൽ ഇവിടെ കുറേ ആളുകൾ പ്രവാചക തുടക്കത്തിൽ അങ്ങയെ അകാരണമായി മർദ്ദിച്ചവർ, കൂക്കി വിളിച്ചവർ, പരിഹസിച്ചവർ പലരും ഇവിടെയുണ്ട്, പാട്ടുപാടിയവർ. അങ്ങേ ആളുകൾക്കിടയിൽ വളരെ വികൃതമായി ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ. ഇന്ന് എന്ത് നടപടിയാണ് അവർക്ക് എതിരെ അങ്ങ് സ്വീകരിക്കുന്നത്? സകലാധിപത്യം വന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ ആളുകളെയും വിളിച്ച് നിങ്ങൾക്ക് അവരെ കഠോരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കാം. പുണ്യ റസൂല് പറഞ്ഞൊരു മറുപടിയുണ്ട്. അവരോടൊക്കെ പറഞ്ഞു, ഇന്ന് ഈ ദിവസം അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ധൈര്യമായി കടന്നു വരും, ധൈര്യമായി മക്കയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇന്ന് പ്രവർത്തനങ്ങളുടെ മേൽ, ചെയ്ത പ്രവർത്തനത്തിന് മേൽ ശിക്ഷ വിധിക്കുന്ന ഒരു ദിവസമല്ല. ഇവിടെ കാരുണ്യമാണ്, സ്നേഹമാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വളരെ ദൂരെ നിന്ന് പ്രവാചകനെ എന്തൊക്കെയോ ആണ് എന്ന തരത്തിൽ നോക്കി നിന്ന ആളുകൾ ആ സൗമ്യതയുടെ, ആ സ്നേഹത്തിൻ്റെ മുന്നിൽ വളരെ അത്ഭുതത്തോടെ പ്രവാചകൻ്റെ സമക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് അവസരമുണ്ടാവുകയും പ്രവാചകൻ്റെ വഴിയിലേക്ക് വരാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ, ഇടപെടലുകളുടെ മഹത്വമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ വിശാലത നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ടെൻഷനുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മളേറെ സ്നേഹിക്കുന്ന ആളുകളാകും ഒരുപക്ഷെ ഒരു ചെറിയ ഒരു ധാരണയുടെ പേരിൽ നമുക്കെതിരെ അവൻ തിരിയുക. നമ്മൾ ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് കരുതിയവനാകും നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശത്രുപക്ഷത്ത് ഏറ്റവും ഒന്നാം നമ്പറായി ഉണ്ടാവുക. താങ്ങാൻ കഴിയാത്ത സമയങ്ങളുണ്ടാകും. പക്ഷെ അവനോടൊന്നും ഒരിക്കലും എതിര് വേണ്ട. അവിടേക്ക് നമ്മുടെ മനസ്സിൻ്റെ ആ വിശാലത നൽകി, സ്നേഹസമ്പന്നതയുടെ മനോഹരമായ ഒരു വഴി, അതാണ് തൻ്റെ വഴി എന്നുള്ള ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും നടക്കേണ്ടി വരില്ല. ജീവിതം സുന്ദരമാക്കാൻ അത് കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിനരാത്രങ്ങൾ വിശുദ്ധ മാസത്തിനെ അർഹിക്കുന്ന വിധം ഉൾക്കൊള്ളാനും
ആ ഒരു മാസത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടോ ആ നേട്ടങ്ങളൊക്കെ ഒന്നൊന്നായി ഉണ്ടാക്കുന്ന സുഹൃതങ്ങളുടെ കൂട്ടുകാരാകാനും അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.